ഉള്ള പണിയും കളഞ്ഞിട്ടേ അവൻ മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ടാ. മാഷ് പറഞ്ഞ കാര്യം അവനോടൊന്ന് പറഞ്ഞേക്ക്. ആ കാലത്ത് തന്നെ പോണം. ഡാ, നാളെ നീ ആ മാഷിനെ പോയൊന്ന് കാണണം. 1 മണിക്കൂറായിട്ട് ഞാൻ അവനെ കഴിക്കാൻ വിളിച്ചോണ്ടിരിക്കുക. അതിന് കയ്യിലിരിക്കുന്ന സാധനം താഴെ വെക്കണ്ടേ? ആ മാധവക്കുട്ടി. അല്ല മാഷേ, എന്തായാലും ഇതൊക്കെ വെട്ടി കൈത്ത് തടഞ്ഞാൽ നന്നായി. ഇപ്പോൾ റബ്ബറിന് നല്ല വിലയല്ലേ? മാധവക്കുട്ടിക്കല്ലായിരുന്നോ നിർബന്ധം റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് കൈത നടണമെന്ന്? ആ, ഞാനിതെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ മാധവക്കുട്ടി എന്ത് പണിക്ക് പോയേനെ. ഡാ, ഇപ്പോൾ ആണോ എണീറ്റ്? ഉറങ്ങിപ്പോയി. ആ, രാത്രിയിലേ മൊബൈലിൽ കുത്തി കളിക്കാതെ കിടന്നുറങ്ങണം. ഒന്ന് നിർത്തന്നെ മാധവക്കുട്ടി. ഞാൻ നിർത്തി. ഇങ്ങി വാ മോനെ. എൻ്റെ ഒരു സുഹൃത്ത് സൈദാലി ഇവിടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ ജോലിക്കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. നീ അവനെ പോയെന്ന് കാണ്. ഞാൻ പോവാം മാഷെ. അച്ഛൻ എപ്പോഴും ജോലിക്കാരും പറഞ്ഞ് എന്നോട് വഴക്കാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി നിർത്തിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? പഠിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് എത്ര നല്ല ഓഫർ വന്നതാ, എന്നെ വിട്ടില്ല. നാട്ടിൽ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് ഒരേ നിർബന്ധമല്ലായിരുന്നോ രണ്ടാക്കും? അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അവർക്കെപ്പോഴും നീ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം കാണും. എന്തായാലും നീ ഇന്ന് തന്നെ പോയി ജോലിക്കാര്യത്തിന് അവനെ കാണ്. വെറുതെ സമയം കളയണ്ട. ഇന്ന് തന്നെ പൊയ്ക്കോളാം മാഷെ. ജോജി, ജോജി, എന്താ ജോജി, എന്താടി ഇപ്പൊ വരാ, നിക്ക്. എന്താ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം പറ. നീ ഇന്ന് കരയാതെ കാര്യം പറ. ആര്? സ്റ്റീഫൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെന്നെ തല്ലി. തല്ലിയോ? എന്തിന്? ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി അവനെന്നെ ഫോളോ ചെയ്ത് വന്നു. കാറ് കയറാൻ അനുവദിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ പിടിച്ചേറ്റാൻ ശ്രമിച്ചു. അവനിപ്പോ എവിടെ ഉണ്ടാവും? ചേട്ടാ, ഈ സ്റ്റീഫൻ റൂം ഏതാ? ഇവിടെ നിന്ന് ലെഫ്റ്റ്. താങ്ക്സ് ചേട്ടാ. എന്താ സാറേ ഇവിടെ? ജോജി അകത്തുണ്ടോ? ഉണ്ട് സാറേ, അവൻ എഴുന്നേറ്റില്ല, അകത്ത് കിടക്കുക. കേറി നോക്കണം. എന്താ പ്രശ്നം? എനിക്കറിയില്ല. സാറേ എന്താ കാര്യം? സാറേ എന്താ കാര്യം? അമ്മ, അച്ഛാ, അമ്മ. എന്താ ജോജി? ഇങ്ങോട്ട് എന്താ സാറേ? നടക്കടാ അങ്ങോട്ട്. നമ്മുടെ കുഞ്ഞിനെ എന്തിനാ കൊണ്ടുപോയി? അമ്മ, അച്ഛാ,
നടക്ക് നടക്കടാ സാറേ, എന്താ കാര്യം സാറേ, നടക്കടാ അങ്ങോട്ടേക്ക് അങ്ങോട്ട് കേട്ടടോ സാറേ, മാത്തുക്കുട്ടിയെ പ്രവീണ തുറക്ക് മാത്തുക്കുട്ടി എന്താടാ പ്രശ്നം? എന്താ സാർ കേറടാ അങ്ങോട്ട് മാറിയിക്കണേ എനിക്കൊന്നും അറിയില്ല സാറേ. ജോജി ജോജി ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ ജോജി കാര്യം എന്താ സാറേ? ജോജി കേറടാ അങ്ങോട്ട് എന്താ സാറേ പ്രശ്നം? നീ ഇക്കടോ അങ്ങോട്ട് എന്തിനാ സാറേ അവനെ കൊണ്ടുപോണേ? അതൊക്കെ വഴിയാണ് മാറിക്ക് കാര്യം പറ സാറേ. ജോയിച്ചും വരുന്നില്ലേ? ഇല്ല കുറുപ്പേട്ട, ആ എസ് ഐ നിസാർ എന്നെ കണ്ട കലിപ്പ. എന്നോടുള്ള ദേഷ്യം അയാൾ അവനോട് തീർക്കും. നിങ്ങൾ ചെല്ലേ. സാറേ എന്താടോ അവനെ ഒന്ന് കാണാൻ അനുവദിക്കണം. ഇപ്പൊ കാണാനൊന്നും പറ്റത്തില്ല. സാറേ ഞങ്ങൾ ഒന്ന് അവനെ കണ്ടിട്ട് വയ്ക്കൊള്ളാം. ജോജി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ, ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. എന്താടോ അവിടെ അതാ ജോജിയുടെ വീട്ടുകാരാ. ഡോ ഇവരെ പറഞ്ഞു വിട്. ജോജി ഒന്ന് കാണാൻ വന്നതാ സാർ. സാർ അവനോട് ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. അവൻ്റെ അമ്മ ആശുപത്രിയിലാണ് സാർ. നിങ്ങൾ ഇപ്പൊ പോ. സാർ പ്ലീസ്. സാർ ഞങ്ങൾ അവനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. നിയമപരമായി ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ കഴിയില്ല. സാർ ജോജിക്ക് അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല. ഒരുത്തനെ കൊന്നതിനെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, അല്ലാതെ സുഖവാസത്തിനൊന്നും അല്ല. നിസാർ, സർ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ജോജിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളിപ്പോൾ പോ, ചെന്ന് നല്ലൊരു വക്കീലിനെ കാണാൻ. നിന്ന് സമയം കളയണ്ട.